സായി കൃഷ്ണ ബിഗ് ബോസ് ഹൗസിൽ ആറാമത്തെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് വന്നത്. സായി ഒരു യൂട്യൂബറാണ്. സീക്രട്ട് ഏജന്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഒട്ടുമിക്ക പേർക്കും സായിയെ പരിചയം. സായിയുടെ ചാനൽ കാണുന്നവർക്കറിയാം, വ്യക്തമായ ഒരു നിലപാടുള്ള ഒരാളാണ്. അത് എന്തിനെ കുറിച്ചായാലും, ഫിലിം റിവ്യൂ ആയിക്കോട്ടെ, സമൂഹത്തിലെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതായിക്കോട്ടെ. പക്ഷേ ദുഃഖകരം, സീക്രട്ട് ഏജന്റ് എന്ന ചാനലിലൂടെ കണ്ട സായിയല്ല നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ കാണാൻ കഴിയുന്നത്. ഫസ്റ്റ് തന്നെ മോഹൻലാൽ ആരാണ് ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ നന്നായി ഗെയിം കളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സായി ഗബ്രിയുടെ നെയിമാണ് പറഞ്ഞത്. അത് എന്നെ വല്ലാതെ അതിശയിപ്പിച്ചു. കാരണം ബിഗ് ബോസ് ഹൗസ് സീസൺ 6 കുറിച്ച് റിവ്യൂ ചെയ്യുമ്പോഴും സായിയാണ് ഗബ്രിയെ ഏറ്റവും കൂടുതൽ ഓപ്പോസ് ചെയ്തിരുന്നത്. ഗബ്രിയും ജാസ്മിനും കൂടി ഒത്തു കളിക്കുകയാണെന്നും ഒരാളുടെ നിഴലായിട്ടാണ് കളിക്കുന്നത് എന്നൊക്കെ. എന്നിട്ട് ആ സായി തന്നെ ലാലേട്ടന്റെ മുന്നിൽ അങ്ങനെ പറഞ്ഞപ്പോൾ അത് ഒരു മോശമായി തോന്നി. പിന്നെ ബിഗ് ബോസ് ഹൗസിൽ ഏതൊരു വൈൽഡ് കാർഡ് പോവുകയാണെങ്കിലും ഉറപ്പാണ് പുറത്തുള്ള കാര്യങ്ങൾ അകത്ത് പറയാൻ പാടില്ല എന്ന്. എന്നിട്ടും സായി ജാസ്മിന്റെ അടുത്ത് പുറത്ത് നടക്കുന്നതും അഫ്സലിന്റെ ഓഡിയോയെക്കുറിച്ചും ഗബ്രി ജാസ്മിൻ കോംബോ പുറത്ത് എങ്ങനെയാണ് ഓടുന്നത് എന്നതിനെക്കുറിച്ച് ഒക്കെ പറഞ്ഞു കൊടുത്തു. പിന്നീട് ബിഗ് ബോസിൽ നിന്നും വാണിംഗ് കിട്ടിയെങ്കിലും പറഞ്ഞു കൊടുക്കാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇതൊന്നും സായിൽ നിന്നും സായിയുടെ പ്രേക്ഷകർ തീരെ എക്സ്പെക്ട് ചെയ്തതേയല്ല. സീക്രട്ട് ഏജന്റ് എന്ന ചാനലിലൂടെ നമ്മൾ കണ്ടിരുന്ന സായിയുടെ ഒരു അംശം പോലും ബിഗ് ബോസ് ഹൗസിൽ കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. പിന്നെ ഇന്നലെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, നോമിനേഷൻ ടാസ്ക്. നോമിനേറ്റ് ചെയ്യുക, റീസൺ പറയുക, ബ്ലാക്ക് പെയിന്റ് കൊടുത്തിട്ടുണ്ട്, അത് ദേഹത്തെ എവിടെയെങ്കിലും തേക്കുക. സായിയുടെ ടേൺ അവസാനമാണ് എത്തിയത്. സായി ജാൻമണിയെയും ശ്രീരേഖയെയുമാണ് നോമിനേറ്റ് ചെയ്തത്. ജാൻമണിയെ നോമിനേറ്റ് ചെയ്തു. എന്നിട്ട് സായിക്ക് ആ ബ്ലാക്ക് പെയിന്റ് ജാൻമണിയുടെ മുഖത്ത് തന്നെ തേക്കണമെന്ന വാശി. ജാൻമണി ആണെങ്കിൽ മുഖത്തല്ലാതെ വേറെ എവിടെ വേണമെങ്കിലും തേച്ചോളൂ എന്ന്. ലാസ്റ്റ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, ഒരാളുടെ സമ്മതമില്ലാതെ മുഖത്ത് തേക്കാൻ പാടില്ല എന്ന്. അതൊക്കെ സായിയുടെ ഒരു അനാവശ്യ വാശിയായി തോന്നി. വെറുതെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത പോലെ. അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. സായിക്ക് നല്ലോണം സംസാരിക്കാനും അറിയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഗെയിം നന്നായി ജെന്യൂനായി കളിക്കാനും കഴിയും. അതുകൊണ്ട് പ്രേക്ഷകരെ നിരാശപ്പെടുത്താതെ നന്നായി ഗെയിം കളിക്കുക. സീക്രട്ട് ഏജന്റിൽ നമ്മൾ കണ്ട സായിയാണ് ബിഗ് ബോസ് ഹൗസിലും നമുക്ക് കാണേണ്ടത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്നുള്ളവർ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.